ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി കൊണ്ടുള്ള ഒരു വട്ടയപ്പമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത്. റാഗി, കൊക്കനട്ട്, റൈസ്, ഇൻസ്റ്റൻറ്റ് ബീൻസ് അതെല്ലാമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്ത് അത് കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കലക്കി കട്ടയില്ലാതെ എടുക്കണം. നല്ലോണം കലക്കണം, അത് കട്ടയും ഉണ്ടാവാൻ പാടില്ല. നമ്മളത് കപ്പി കാച്ചാനാണ്, റാഗി ഫ്ലോർ കൊണ്ട് നമ്മളിപ്പോൾ കപ്പി കാച്ചാനാണ് അതിപ്പോൾ കലക്കിക്കൊണ്ടിരിക്കുന്നത്. കട്ട കൂടാതെ അത് കലക്കുക. അത് കഴിഞ്ഞ ശേഷം അടുപ്പ് കത്തിച്ച് അതിലേക്ക് അത് വെച്ച് നല്ലവണ്ണം ഇളക്കി കുറുക്കിയെടുക്കുക. നല്ലോണം കുറുകി കുറച്ച് കട്ടിയായിട്ട് വരണം. അതുവരെ നമ്മൾ ഈ റാഗിയുടെ മിക്സ് നമ്മൾ കലക്കിയെടുക്കണം. നല്ല തിക്ക് ബാറ്ററായിട്ടാണ് ഇത് വരേണ്ടത്. ഇത് റാഗി കപ്പി കാച്ചുകയാണ് ഞാൻ. കണ്ടോ, തിക്കായിട്ട് വന്നു, നല്ലോണം തിക്കായി. ഇനി നന്നായിട്ട് തിക്കായിട്ട് വരും. നല്ലോണം തിക്കായി കഴിഞ്ഞ ശേഷം സ്റ്റൗവിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് അത് താഴെ ഞാൻ തണുക്കാൻ വെച്ചു. തണുത്ത് കഴിഞ്ഞ സമയത്ത് കുറച്ചും കൂടെ കട്ടയാകും കേട്ടോ. അത് തണുക്കാൻ വയ്ക്കുക. നല്ലോണം തണുക്കണം. നമ്മളത് മിക്സിയിലിട്ട് അരയ്ക്കേണ്ടതാണ്, അതുകൊണ്ട് തണുക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര അത് നമ്മൾ ഇത് സിറപ്പാക്കി എടുക്കാം. ശർക്കര പാനിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് കൂടുതലുണ്ട് കേട്ടോ, ഞാനിത് കുറച്ചേ എടുക്കുകയുള്ളൂ. നല്ലോണം അത് സിറപ്പാക്കി എടുക്കാം. അത് നല്ലോണം അലിഞ്ഞു കഴിഞ്ഞ ശേഷം ആ ചൂടോടുകൂടി എനിക്ക് വേറൊരു പാത്രത്തിലുണ്ടായിരുന്നു, അതിൽ ഞാനത് ഫിൽറ്റർ ചെയ്ത് വെക്കുകയാണ്. കല്ലൊന്നും ഇല്ലാതെ നല്ലോണം ഫിൽറ്റർ ചെയ്ത് വെച്ചു. ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ലോണം തണുക്കട്ടെ. അത് ശർക്കര സിറപ്പാണത്. പിന്നെ മിക്സി ജാർ എടുത്തിട്ട് അതിൽ 1 കപ്പ് തേങ്ങ അതിട്ട് കഴിഞ്ഞ ശേഷം 1 കപ്പ് റാഗി മാവ് അതിട്ടിട്ട് പിന്നെ കുറച്ച് ഏലക്ക പൊടി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏലക്ക അതിൻ്റെ 1 ടീസ്പൂൺ. പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ആ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്നില്ലേ കപ്പി, അത് ഇതിനോടുകൂടി നമ്മൾ ആഡ് ചെയ്യുക. നല്ല തണുത്തിട്ടുണ്ട്, അത് മിക്സിയിൽ അരയ്ക്കുന്ന വിധത്തിൽ നല്ലോണം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറ് അതിൻ്റെ കൂടെ ഞാൻ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ആദ്യം തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനത് നന്നായി മിക്സ് ചെയ്യുവാണ്. ഇത് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ. അധികം ഇതൊന്നും വേണ്ട. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. മിക്സിയിൽ അരച്ചെടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കരയുടെ പാനി 1 കപ്പ് 1 കപ്പ് മതി. നല്ല ആവശ്യത്തിന് മധുരം ഉണ്ടാവും, അത് മതി. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടെ മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട ശർക്കര. ഇത് നന്നായി അരച്ചെടുക്കുക. അത് ഒരു ദോശ ബാറ്ററിൻ്റെ അളവിലായിരിക്കും ഈ മാവിരിക്കുന്നത്. ദോശ ബാറ്ററിലെ പോലെ
നമ്മൾ നല്ലോണം കലക്കി ഒരു പാത്രത്തിൽ മൂടി വയ്ക്കുക. ഒരു 4-5 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് ഫെർമെൻറ്റേഷനായി വരാനായിട്ട്, പൊങ്ങി വരണം. ഇത് കണ്ടോ, ഒരു 5 മണിക്കൂർ കഴിഞ്ഞ ശേഷം നന്നായി പൊങ്ങി വന്നു, നല്ല തിക്കായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് വേവിച്ചെടുക്കണം, ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിന് ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്, വെള്ളം അതിൽ തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു കേക്ക് ടിന്നാട്ടോ എടുത്തിരിക്കുന്നത്, അതിൽ ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ മാവ് അതിലേക്ക് പകുതി മതി, പകുതി ആ പാത്രത്തിൻ്റെ പകുതി അളവിലൊഴിച്ച് ആ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് നമ്മളത് ആവി കയറ്റി എടുക്കുകയാണ്. എങ്ങനെ ഒരു അരമണിക്കൂർ വേണം, ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഒരു അരമണിക്കൂർ വേണം ആവി കയറ്റി എടുക്കാനായിട്ട്. ആവിയിൽ പുഴുങ്ങിയെടുക്കണം അത്. ഞാനത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിയായി. പിന്നെ ഞാനത് ചൂടാറി കഴിഞ്ഞ ശേഷം ഞാനത് എടുത്തു. കൊണ്ടല്ലേ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു വട്ടയപ്പം വേണം. എനിക്കിതിൽ 2 വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. ഒരു കപ്പ് റാഗി മാവിൽ 2 വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈസ് കുറച്ച് തിക്നെസ് ജാസ്തി ആയതുകൊണ്ടാണ് എനിക്ക് 2 എണ്ണം കിട്ടിയത്. നമ്മുടെ റാഗി വട്ടയപ്പം റെഡി. താങ്ക് യു വ്യൂവേഴ്സ്. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. ഈ വട്ടയപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കതിൽ കമൻറ്റിൽ പറയുക. നല്ല ടേസ്റ്റാണ്, നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.